പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 4. അത് ഞാൻ അമ്മേ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. അവൾ പെട്ടെന്ന് വാതിലിന് നേർക്ക് നടക്കാൻ തുടങ്ങിയതും സന്ദീപിൻ്റെ പിടി അവളുടെ ഇടം കൈയിൽ വീണിരുന്നു. അതും മുറുക്കെ തന്നെ. ഒട്ടൊരു ഭയത്തോടുകൂടി ദീപ പിന്നിലേക്ക് തിരിഞ്ഞ് അവനെ ദൈന്യതയോടെ നോക്കി. പക്ഷെ അവൻ്റെ കണ്ണിൽ കത്തുന്ന ദേഷ്യം കണ്ട് ഒരു നിമിഷം അവൾ ഭയമേറി. സ്വന്തം മകൻ്റെ കിടപ്പുമുറിയിൽ എത്തി നോക്കരുതെന്നുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കുവാനുള്ള മനസ്സ് അമ്മക്കുണ്ടായില്ലല്ലോ. സന്ദീപ് അവരെ നോക്കി മുരണ്ടു. ഏട്ടാ വേണ്ട, വിട്ടേക്ക്. അവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും സന്ദീപ് അവളെ തട്ടി മാറ്റിക്കൊണ്ട് മാധവിയുടെ നേരെ തിരിഞ്ഞു. നീ ഒന്നും മിണ്ടാതിരു ദീപേ. ഒന്നും തിരിച്ചു പറയില്ലെന്ന് ഉറപ്പുണ്ടായിട്ടാ എൻ്റെ അമ്മ നിന്നോടിങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത്. എല്ലാം വേണം ആവശ്യത്തിന്. അത് കൂടുതലായാൽ ഒന്നിനും ഒരു ഭംഗി കാണില്ല. സന്ദീപ് അവളെ ശാസിച്ചു. ഓ, ഇപ്പം ഞാനായ കുറ്റക്കാരി. വാതിലും തുറന്നിട്ടുകൊണ്ട് ഓരോന്നൊക്കെ കാണിച്ചതും പോരാ, ഞാൻ പറഞ്ഞതാണോ ഇപ്പോൾ കുറ്റമായത്? മാധവി അവനോട് കയർത്തു. ഛേ, അമ്മയായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇതുള്ള വർത്താനം എനിക്ക് പറയാനറിയാഞ്ഞിട്ടല്ല. നീ പറയടാ പറയ്. ഒരുത്തനൊരു പെണ്ണ് കിട്ടിയ പിന്നെ ഇവിടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊന്നും കിടക്കണ്ട. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് എന്തേ 2 കൊമ്പുണ്ടോ? അവർ ദേഷ്യത്തോടെ ദീപയെ ഒന്ന് ചെറഞ്ഞു നോക്കിക്കൊണ്ട് മകനോട് ചോദിച്ചു. ആ ഉണ്ട്, കൊമ്പും ഉണ്ട്, വാലും ഉണ്ട്. എന്തേ? വെറുതെ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താതെ ഒന്ന് പോകാൻ തോക്കുന്നതല്ലേ നിങ്ങൾ? അവൻ മുറിയിൽ കിടന്ന കസേരയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് സ്വന്തം അമ്മയുടെ നേർക്ക് ചീറി. മകൻ്റെ ഭാവമാറ്റം കണ്ടതുകൊണ്ടാവാം മാധവി ഇത്തിരി പതുങ്ങിയത്. ശേഷം എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി. ഇനി ഇതും ഓർത്തോണ്ട് ഇവിടെ കിടന്ന് മോങ്ങിയാലുണ്ടല്ലോ. അടുത്ത് നിൽക്കുന്നവളുടെ കാർമേഘ ഉരുണ്ടുകൂടി കിടക്കുന്ന മുഖം കണ്ടതും സന്ദീപ് വിരൽ ചൂണ്ടിക്കൊണ്ട് അവളെ വഴക്കു പറഞ്ഞു. ഇല്ല. ഉള്ളിലെ സങ്കടം പുറത്തു കാട്ടാതെ അവൾ പതിയെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഛേ, ഓരോന്നൊക്കെ വന്നോളും തള്ളയുടെ രൂപത്തിലും. പെറുപെറുത്തുകൊണ്ട് ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് നീങ്ങി. കോളേജിൽ നിന്നും ബസ് ഇറങ്ങുന്നത് മുകുന്ദേട്ടൻ്റെ കടയുടെ മുന്നിലാണ്. ബെല്ലടിച്ച് വണ്ടി നിർത്തിയ ഉടനെ കടക്കുള്ളിലേക്ക് പാളി നോക്കിക്കൊണ്ടാണ് ബസ്സിൻ്റെ പടികൾ ഇറങ്ങിയത് തന്നെ. കാണുന്നില്ലല്ലോ, എവിടെ പോയി? ബില്ലടിക്കാനിരിക്കുന്ന കൗണ്ടർ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു. ആ മുഖമൊന്ന് കാണാൻ അത്രമേൽ ഉള്ളം കൊതിച്ചിരുന്നു. ഒന്ന് കണ്ടാൽ മതി, അതും ദൂരെ നിന്ന്. അകത്തെങ്ങാനും കാണുമോ? പിടപ്പോടെ കടയ്ക്കുള്ളിലെ മുക്കും മൂലയും കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു നോക്കിക്കൊണ്ടാണ് ബസ്സിൻ്റെ അവസാനത്തെ പടി ഇറങ്ങി റോഡിലേക്ക് കാല് വെച്ചത്. താഴെ കിടക്കുന്ന കല്ല് കാണാഞ്ഞിട്ടാവാം മുന്നോട്ടേക്ക് ആഞ്ഞു അപ്പോഴേക്കും വീഴാൻ പോയത്. വലത്തേക്കാലൊരു വശത്തേക്ക് മടങ്ങിപ്പോയി. നോക്കി ഇറങ്ങു കുട്ടി. വഴികരികിൽ നിന്ന് ആരോ ഒരാൾ അപ്പോഴേക്കും എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്നുണ്ടായതിനാൽ ഞാനും ഒന്ന് പേടിച്ചു പോയി. കാലിന് നല്ല വേദനയുണ്ട്. മടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിലത്ത് കുത്താൻ പറ്റുന്നില്ല. കൈ പിടിച്ച ആളെ പിടിച്ചുകൊണ്ട് ഇത്തിരി മുന്നിലേക്ക് ചട്ടിച്ചട്ടി നീങ്ങിയിരുന്നു. എടി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? പിന്നിലായി ഇറങ്ങി വന്ന ആവണി അപ്പോഴേക്കും ഓടി എൻ്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. വേദനിക്കുന്നുണ്ട്. എൻ്റെ ചുണ്ടുകൾ ചുളിഞ്ഞതോടൊപ്പം കണ്ണിൽ കൂടി വെള്ളം ഒഴുകിയിറങ്ങി. അയ്യോ, മടിഞ്ഞോടി കാല്. അവൾ കുനിഞ്ഞിരുന്നു കൊണ്ട് കാല് പിടിച്ച് തൊട്ടും തലോടിയൊക്കെ നോക്കുന്നുണ്ട്. റോഡിൽ നിന്നിരുന്ന് അറിയാവുന്ന 5-6 പേർ അപ്പോഴേക്കും എൻ്റെ ആവണിയുടെയും ചുറ്റും കൂടിയിരുന്നു. പ്രിയേച്ചി, എന്തു പറ്റി? കാലിനെന്താ കുഴപ്പം? മുകുന്ദേട്ടൻ്റെ കടയിൽ നിൽക്കുന്ന സഹായിയായ ചെക്കൻ അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. അവിടെ കാല് മടിഞ്ഞെന്നാ തോന്നുന്നത് ചിക്കു. നീ ഒരുന്ന് കസേര എടുത്ത് പുറത്തേക്കിട്ടെ, ഇവളെ അങ്ങോട്ടേക്ക് ഇരുത്താം. ആവണി അവനോട് പറയുന്നത് കേട്ടു. പക്ഷേ വേദന കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്കപ്പോൾ. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് തോന്നിപ്പോയി. ഇതാ ഹോമിയോ ഡോക്ടറിൻ്റെ മോളല്ലേ, രാമേന്ദ്രൻ്റെ മോള്. ആരൊക്കെയോ അടുത്തേക്ക് വരുന്നതും പദം പറയുന്നതുമൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, കസേരയിട്ടു കൊണ്ടുവാ, ചിക്കു വിളിച്ചു പറഞ്ഞതും ആവണി എൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ നടക്കാൻ പറഞ്ഞു. കാലൊന്ന് നിലത്ത് കുത്തി നോക്കി. അമ്മേ,
വേദനയുടെ മൂർധന്യാവസ്ഥ ഞാൻ അറിഞ്ഞു. എടി, പതിയെ ആ കസേരയിൽ ചെന്നിരിക്കുക, അവൾ സങ്കടത്തോടെ പറഞ്ഞതും ഞാൻ ഒറ്റ കാലിൽ അവളെ പിടിച്ചുകൊണ്ട് ചാടി ചാടി അതിലേക്ക് ചെന്നിരുന്നു. ഇരുന്നതും വലത്തെ കാൽ വീണ്ടും തറയിലറിയാതെ ഒന്ന് പതിയെ തട്ടിപ്പോയി. സ്വർഗവും നരകവും എല്ലാം കൂടി ഒരുമിച്ച് കണ്ട പോലത്തെ അവസ്ഥ. ആ, പെരുവഴിയാണെന്ന് പോലും ഓർക്കാതെ ഞാൻ അലറിക്കരഞ്ഞു. പെട്ടെന്നാണ് കണ്ണിൽ ഇരുട്ട് കയറിയത്. ശരീരമൊക്കെ തണുക്കുന്നത് പോലെ. ഒരു പെരുപ്പ് തലയ്ക്കുള്ളിൽ കൂടി കൊള്ളിയാൻ പോലെ പാഞ്ഞു. മുന്നിലുള്ളതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണിലെ ഗോളങ്ങൾ പിന്നിലേക്ക് മറിയുന്നതും ഞാൻ മുന്നോട്ടേക്ക് വീഴാൻ പോകുന്നത് പോലെയും എനിക്കറിയാൻ കഴിഞ്ഞു. പൊടുന്നനെ മുകുന്ദേട്ടൻ്റെ ഗന്ധം എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ കയ്യിൽ ആളിൻ്റെ ചൂട് അനുഭവപ്പെട്ടു. ഞാൻ അറിയാതെ തന്നെ ഏട്ടൻ്റെ മേലേക്ക് ചാരി. ഹരി, എന്നെ താങ്ങുന്നതിനോടൊപ്പം തന്നെ ആളിൻ്റെ ശബ്ദം കേട്ടു. അത് ചിലമ്പിച്ചിരുന്നോ? ഓർമ്മയില്ല. അപ്പോഴേക്കും എൻ്റെ ബോധം പോയിരുന്നു. വേദനയാണോ കുഞ്ഞി? അച്ഛൻ്റെ ചോദ്യവും വലത്തെ കാലിൻ്റെ കുഴയിലെ കെട്ടിന് മുകളിൽ കൂടിയുള്ള ആളിൻ്റെ തൊട്ടുതള്ളോടലും എനിക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണു തുറക്കാനോ അച്ഛനോട് സംസാരിക്കാനോ ഉള്ള അവസ്ഥയിലല്ലായിരുന്നു ഞാനപ്പോൾ. വയ്യച്ചേ, വല്ലാതെ വേദനിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് തറയിലേക്ക് ഞാൻ കാലും നീട്ടിവെച്ചു. ഇത്തിരി മുൻപ് വൈദ്യൻ എൻ്റെ നീര് വന്ന് വീർത്ത കാലിന് മുകളിൽ ഏതോ ഒരു കുഴമ്പ് പുരട്ടിയതും പതിയെ ഒന്ന് തിരുമ്മിയതും പിന്നീട് കാൽക്കുഴ പിടിച്ച് ഒരു തിരി തന്നതും മാത്രമേ എനിക്കപ്പോൾ ഓർമ്മയുള്ളൂ. ആ വൈദ്യശാല നടുങ്ങിപ്പോകുന്ന പോലെ ഒരു കാറിച്ച ഞാൻ കാറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ പച്ചമരുന്നുകൾ അരച്ചത് മുട്ടയുടെ വെള്ളയിൽ കലർത്തി എൻ്റെ പൊത്തയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു വെള്ളത്തുണി കൊണ്ട് എൻ്റെ കുഴയ്ക്ക് ചുറ്റും മുറുക്കി വൈദ്യൻ കെട്ടുകെട്ടിയത്. 2 ദിവസം കഴിഞ്ഞ് കെട്ടഴിച്ച് തിരുമ്പാൻ വരണമെന്നൊരു നിർദ്ദേശവും കിട്ടി. ബസ് സ്റ്റോപ്പിന് എതിർവശത്തായിട്ടുള്ള മുകുന്ദേട്ടൻ്റെ കടയുടെ 2 കടകൾക്കപ്പുറം മണിവൈദ്യൻ്റെ ഈ തിരുമ്പശാല ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ബോധം കെട്ട് വീണ എന്നെ മുകുന്ദേട്ടനാണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. ആളുപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം ഞാനപ്പോൾ തിരിച്ചറിഞ്ഞതാണ്. എന്നെ ഹരി എന്ന് വിളിക്കുന്നത് പോലും ഞാൻ കേട്ടതാണ്. പക്ഷേ ഏട്ടൻ എന്നെ ഹരി എന്ന് എന്തിനാണ് വിളിച്ചത്? ഒരിക്കൽ പോലും എൻ്റെ മുഖത്ത് നോക്കി 2 വാക്ക് സംസാരിക്കാത്ത ആളാണ്. എന്നെ എല്ലാവരും വിളിക്കുന്നത് പോലെ പ്രിയ എന്ന് പോലും ഒരിക്കലും വിളിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി 1-2 വട്ടം തമ്മിൽ കണ്ണുകളിടഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി എനിക്കായി നൽകിയിട്ടുണ്ട് എന്ന് മാത്രം ഓർമ്മയുണ്ട്. അതും ചുണ്ടുകൾ ഒരു വശത്തേക്ക് നീട്ടിക്കൊണ്ടുള്ള കുഞ്ഞിച്ചിരി. അപ്പോഴാ നുണക്കുഴിയിൽ ആഴത്തിൽ ചുഴി വീണില്ലായിരുന്നു. ആ കണ്ണുകളിൽ ചിരിയും വിരുന്നു വന്നിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളയാൾ എന്നെ ആരും ഇതുപോലെ വിളിക്കാത്തതുപോലെ ഹരി എന്ന് വിളിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും? ഇനി മുകുന്ദേട്ടനല്ലായിരിക്കുമോ എൻ്റെ അരികിലേക്ക് അപ്പോൾ വന്നത്? എനിക്ക് ആകെപ്പാടെ തല പുകയുന്നത് പോലെ തോന്നി. ഞാൻ അടുത്തിരുന്ന ആവണിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അവൾ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ബസ്സിൽ നിന്നിറങ്ങിയതും കാലുമടിഞ്ഞതൊക്കെ ആയിരിക്കാം അവർ തമ്മിൽ സംസാരിക്കുന്നത്. അവളോടൊന്ന് അക്കാര്യം ചോദിക്കാമെന്ന് വെച്ചാൽ പോലും അച്ഛനുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. വാ മോളെ, പതിയെ എഴുന്നേക്ക്, വീട്ടിൽ പോകാം. ആരുടെയോ ഓട്ടോ വന്ന് തിരുമുശാലയുടെ മുൻപിൽ വന്ന് നിന്നപ്പോഴേക്കും വീട്ടിലേക്ക് പോകുവാനായി അച്ഛൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിരുന്നു. കാല് നിലത്ത് കുത്താതാവുന്നില്ലാതെ ഞാൻ അച്ഛനെ ദയനീയമായി ഒന്ന് നോക്കി. ഞാൻ പിടിക്കാൻ കുഞ്ഞി, എൻ്റെ തോള് നീ താങ്ങിക്കോ പറഞ്ഞുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ അച്ഛൻ ശ്രമിച്ചു. എടി, ഓട്ടം മുറ്റത്ത് കിടപ്പുണ്ട്, ഞാനും കൂടെ വന്ന് നിന്നെ പിടിക്കാം. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനായി കൂടെ ആവണിയും കൂടി. അച്ഛൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ച് ഒരുവിധം ഒറ്റക്കാലിൽ എഴുന്നേറ്റ് നിന്നു. വലതുകാല് വെച്ച സ്ഥലത്ത് തന്നെ അനക്കാൻ പോലും വയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്നെ കൊണ്ടൊട്ടും പറ്റുന്നില്ല. കാല് വല്ലാതെ വേദനിക്കുന്നു അച്ഛേ. എഴുന്നേറ്റ പടി ഞാൻ വീണ്ടും കസേരയിലേക്ക് തന്നെ തിരിച്ചിരുന്നു പോയി. അയ്യോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? സന്ദീപാണെങ്കിൽ ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കാണുകയില്ല.
അച്ഛൻ്റെ മുഖത്തെ സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മോള കാല് നിലത്ത് കുത്തണ്ട, ഇടത്തെ കാലിൽ ബലം പിടിച്ച് എഴുന്നേറ്റേക്ക്. ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് പതിയെ ഒറ്റക്കാലി വന്നാൽ മതി. വീണ്ടും അച്ഛൻ എന്നെ പൊക്കാനായി തുടങ്ങി. പക്ഷേ അസഹനീയമായ വേദനയിൽ ഞാൻ വിതുമ്പിക്കരഞ്ഞു. ഞാൻ സഹായിക്കാൻ രാമച്ചേ, ഇങ്ങോട്ടേക്ക് നീങ്ങി നിന്നോളൂ. പൊടുന്നനെ പരിചിതമായ ആ ശബ്ദം കേട്ടപ്പോഴാണ് ഞങ്ങൾ മൂവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങിയത്. മുകുന്ദേട്ടൻ മുറ്റത്തു നിന്നും മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പടികൾ കയറി അകത്തേക്ക് വരികയാണ്. ആവണി അർത്ഥം വെച്ച് എന്നെ നോക്കിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ മുഖം കുനിച്ചിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് എത്രയും വേഗം വരാം. പറ്റുമെങ്കിൽ ഇന്ന് ഈവനിങ് ഒരു പാട്ടും കൂടെ തരാം. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ ഒന്ന് എഴുതി ഇട്ടിട്ട് പോകണം കേട്ടോ. പിന്നെ വായിക്കുന്നവർ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോവുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.